ഇറാനിലെ പ്രതിഷേധക്കാരെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം വരെയും അമേരിക്ക എടുത്തിരുന്നത്. പ്രതിഷേധക്കാരോട് പ്രക്ഷോഭം തുടരുവാനും അവർക്കുള്ള സഹായം എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് നേരത്തെ ട്രംപ് അറിയിച്ചിരുന്നത്. കൂടാതെ യു.എസ്. അന്തർവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നതായും വാർത്തകളുണ്ടായിരുന്നു. പ്രതിഷേധങ്ങൾ അറസ്റ്റിലായവർക്ക് ഇറാൻ വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്നും അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം US ഇറാനെ ആക്രമിക്കാനുള്ള സാധ്യതകളായാണ് വിലയിരുത്തപ്പെട്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇറാനെ ആക്രമിക്കാൻ താൽപ്പര്യമില്ല എന്ന തരത്തിൽ US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ലഭിച്ചതായി ഇറാന്റെ ഒരു നയതന്ത്ര പ്രതിനിധി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇറാനെ ആക്രമിക്കാൻ സമ്മർദ്ദം ശക്തമാക്കുമ്പോഴും ഇപ്പോൾ യുദ്ധം വേണ്ട എന്ന നിലപാട് ട്രംപ് കടുപ്പിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അടച്ചിട്ടിരുന്ന ഇറാന്റെ വ്യോമപാത അടക്കം തുറന്ന് വ്യോമഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുമുണ്ട്. എന്നാൽ ട്രംപിന്റെ പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് കാരണം എന്തായിരിക്കാം? ട്രംപിന്റെ ഔദാര്യമല്ല, മറിച്ച് ജീവഭയം ഒന്നുകൊണ്ട് മാത്രമാണെന്നാണ് വിലയിരുത്തൽ. ഇറാനിൽ ഒരു തരി മണ്ണ് വീണാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇനിയാണ് അതിൽ എടുത്തു പറയേണ്ടത്. ട്രംപിൻ്റെയും അമേരിക്കയുടെയും നെഞ്ചു പിളർക്കുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇസ്രായേലിലെ നെഗവ് മരുഭൂമിക്ക് സമീപം ഉണ്ടായ ഭൂചലനമാണ് ട്രംപിന്റെ പിന്മാറ്റത്തിന് പിന്നിലെന്നാണ് വാർത്തകൾ. വ്യാഴാഴ്ച രാവിലെയാണ് ഭൂമികുലുക്കം ഉണ്ടായത്. എല്ലാ ദിശകളിലും അലാറങ്ങൾ മുഴങ്ങി. ഭൂചലനം ജനങ്ങളിൽ ആശയക്കുഴപ്പത്തിനും ആശങ്കയ്ക്കും ഇടയാക്കുകയുണ്ടായി. ഇറാന്റെ ആണവായുധങ്ങൾ ഇവിടെ എത്തിയെന്ന അഭ്യൂഹങ്ങളാണ് പരക്കുന്നത്. ഭൂകമ്പത്തിന്റെ പ്രഭവകേന്ദ്രം ഇസ്രായേൽ ജിയോളജിക്കൽ സൊസൈറ്റി പറയുന്നതനുസരിച്ച് ഡിമോണയ്ക്ക് സമീപമായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരികയാണ്. കൂടാതെ ഇറാനിൽ ആഭ്യന്തര കലാപവും കലുഷിതമാകുന്നുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ നീങ്ങിയാൽ ഭരണകൂടത്തിനെതിരെ സൈനിക നടപടിയുണ്ടാകുമെന്ന് US-ഉം US-ന്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രസ്താവനയും ട്രംപ് നടത്തിയിട്ടും പിന്നീട് എന്തുകൊണ്ടാണ് ഒറ്റയടിക്ക് ഈ പിന്മാറ്റം ഉണ്ടായത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഭൂകമ്പത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 4.2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂകമ്പത്തിന്റെ ദൈർഘ്യവും തീവ്രതയും താരതമ്യേന കുറഞ്ഞ അളവിലായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം സ്ഫോടനങ്ങൾക്ക് സമാനമായിരുന്നു പ്രകമ്പനങ്ങൾ. നെഗവ് മരുഭൂമിക്ക് പുറത്തേക്കും വടക്ക് മധ്യ ഇസ്രായേൽ വരെയുള്ള പ്രദേശങ്ങളിലേക്കും തലസ്ഥാനമായ ജെറുസലേമിന് വടക്കോട്ട് പോലും സൈറണുകൾ മുഴങ്ങാൻ തക്കവിധം ശക്തമായിരുന്നു ഇത്. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടെയുണ്ടായ ഈ ഭൂചലനം ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ പ്രാപ്തമായിരുന്നു അത്രേ. സാമൂഹിക മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളും ചർച്ചകളും ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഇറാൻ അമേരിക്ക ശത്രുത ഈ പുതിയ നീക്കങ്ങളിലൂടെ ഒരു ആഗോള പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. ഈ നിർണായക ഘട്ടത്തിലാണ് റഷ്യയുടെ ഇടപെടൽ ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇറാന് തങ്ങളുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച റഷ്യ അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ ശക്തമായ ഭാഷകളാണ് പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യയുടെ ഈ നിലപാട് വെറും പിന്തുണ എന്നതിലുപരി മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ ആധിപത്യത്തിന് തടയിടാനുള്ള തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാനെതിരെ ഒരു തരത്തിലുള്ള സൈനിക ആക്രമണവും ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവാത്തത് എന്നായിരുന്നു റഷ്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ നിലപാട്. ഇത്തരമൊരു നീക്കം മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ അസ്ഥിരതയും നിയന്ത്രണം വിട്ട പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുമെന്ന് മോസ്കോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനകം തന്നെ സംഘർഷവും സാമ്പത്തിക സമ്മർദ്ദവും നേരിടുന്ന ഒരു രാജ്യത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് റഷ്യ ചൂണ്ടിക്കാട്ടിക്കഴിഞ്ഞു. ഇറാനെതിരായ അമേരിക്കൻ ഭീഷണികളെ റഷ്യ വെറും സൈനിക മുന്നറിയിപ്പുകൾ മാത്രമായി കാണുന്നില്ല, മറിച്ച് ദീർഘകാലമായി തുടരുന്ന ഉപരോധങ്ങളുടെയും ബാഹ്യ ഇടപെടലുകളുടെയും തുടർച്ചയായ ഭാഗമായാണ് മോസ്കോ അവയെ വിലയിരുത്തപ്പെടുന്നത്. ഉയർന്ന താരിഫുകൾ ഏർപ്പെടുത്തി ഇറാന്റെ വ്യാപാര പങ്കാളിയെ സമ്മർദ്ദത്തിലാക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ റഷ്യ ലജ്ജാകരവും അസ്ഥിരത സൃഷ്ടിക്കുന്നതുമാണ് എന്ന് വിശേഷിപ്പിച്ച ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒരു സ്വതന്ത്ര രാഷ്ട്രത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഈ നയതന്ത്രങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ ദുരിതത്തിലാക്കുന്നുവെന്നും അത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള പാശ്ചാത്യ വാദങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണെന്നാണ് റഷ്യ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഇറാനിൽ തുടരുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും റഷ്യ വ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. വർഷങ്ങളായി നീണ്ടുനിൽക്കുന്ന പാശ്ചാത്യ ഉപരോധങ്ങളാണ് ഇറാനിലെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികളുടെ അടിസ്ഥാനം എന്നായിരുന്നു മോസ്കോയുടെ വാദം. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അവശ്യവസ്തുക്കളുടെ ക്ഷാമം എന്നിവ ജനജീവിതത്തെ ബാധിച്ച സാഹചര്യത്തിൽ ഈ അസ്വസ്ഥതകളെ രാഷ്ട്രീയ ലക്ഷ്യമാക്കി ചൂഷണം ചെയ്യുന്ന ബാഹ്യശക്തികളുടെ ഇടപെടലും ഉണ്ടെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. വിശാലമായ ഭൗമരാഷ്ട്രീയ പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഈ നിലപാട്
മോസ്കോ ടെഹ്റാൻ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതായാണ് കാണപ്പെടുന്നത്. ഇറാനെതിരെ അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഒരു പ്രതിരോധ കവചമായി റഷ്യ സ്വയം നിലകൊള്ളുക കൂടിയാണ്. ഏകപക്ഷീയമായ ഉപരോധങ്ങളും സൈനിക ഭീഷണികളും അന്താരാഷ്ട്ര നിയമത്തെയും രാജ്യങ്ങളുടെ പരമാധികാരത്തെയും ലംഘിക്കുന്നതാണെന്ന സന്ദേശമാണ് റഷ്യ ഈ പ്രതികരണത്തിലൂടെ നൽകിയിരിക്കുന്നത്. ബാഹ്യ സമ്മർദ്ദങ്ങളിൽ നിന്ന് ഇറാനെ സംരക്ഷിക്കാനുള്ള രാഷ്ട്രീയവും നയതന്ത്രവുമായ പിന്തുണ തുടരുമെന്ന സൂചനയും ഇതിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഈ മുഴുവൻ സംഭവവികാസങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാനെതിരായ ഭീഷണികൾ ഒരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിടുന്ന പ്രശ്നമല്ല എന്നതാണ്. സൈനിക ഭീഷണികളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകില്ലെന്നും അത്തരം നീക്കങ്ങൾ മേഖലയിൽ കൂടുതൽ രക്തം ചൊരിച്ചിലുകൾക്ക് വഴിവെക്കുമെന്നുമാണ് റഷ്യയുടെ വാദം. ഈ ആരോപണങ്ങൾ അന്താരാഷ്ട്ര വേദികളിലും തുറന്നടിച്ചാണ് ഇറാൻ ഉന്നയിക്കുന്നത്. ഇറാന്റെ ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായ അമീർ സയ്യിദ് ഇറവാനി സുരക്ഷാ കൗൺസിലിലേക്ക് അയച്ച കത്തിൽ നിരപരാധികളായ സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടവും മറുപടി പറയേണ്ടി വരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നുള്ള പ്രതികരണങ്ങളും അതീവ കടുപ്പമുള്ളതായിരുന്നു. ഇറാൻ ദേശീയ സുരക്ഷാ രംഗത്തെ മുതിർന്ന നേതാവായ അലി രാരിജാനി ഇറാനിലെ ജനങ്ങളുടെ പ്രധാന കൊലയാളികൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ആണെന്ന് തുറന്നടിക്കുകയുണ്ടായി. ഇറാനിയൻ പ്രതിഷേധക്കാർക്ക് സഹായം നൽകുന്ന ട്രംപിന്റെ പ്രസ്താവനകൾക്ക് പിന്നാലെയായിരുന്നു ഈ പ്രസ്താവനകളും പുറത്തു വന്നത്. പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി അമേരിക്കയെ ലക്ഷ്യമാക്കി ചരിത്രപരമായ മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. 1979 ഇറാനിലെ ഷാ ഭരണകൂടം തകർന്നതുപോലെ തന്നെ അമേരിക്കയും ഒരു ദിവസം സമാനമായ അന്ത്യം കാണേണ്ടി വരുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത്. ഇറാനെക്കുറിച്ചുള്ള അമേരിക്കൻ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റാണെന്നും ഇറാനിയൻ ജനങ്ങളുടെ പ്രതിരോധശേഷിയെ അവഗണിക്കുന്ന സമീപനമാണ് വാഷിംഗ്ടൺ സ്വീകരിക്കുന്നതെന്നും ഖമേനി ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ പരാമർശം അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയും ആയിട്ടുണ്ട്. പ്രതിഷേധങ്ങളെക്കുറിച്ച് ഇറാൻ ഭരണകൂടം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നവരെ ദൈവത്തിന്റെ ശത്രുക്കളായാണ് മുദ്രകുത്തപ്പെടുന്നത്. അതേസമയം രാജ്യവ്യാപകമായി നടന്ന സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളെ ചെറുക്കുന്നതിനായി ഇറാൻ സർക്കാർ വൻതോതിലുള്ള സർക്കാർ അനുകൂല റാലികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഈ റാലികൾ വിദേശ ശക്തികളുടെ ഗൂഢാലോചനകളെ പരാജയപ്പെടുത്തുന്നതിനായാണ് ഖമേനി അവകാശപ്പെടുന്നത്. ഇറാനിൽ നടന്ന ഇത്തരം ഒരു റാലിയിൽ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി. വർദ്ധിച്ചുവരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ പരാതി കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും എന്നാൽ അക്രമത്തിനും നാശനഷ്ടങ്ങൾക്കും വഴിയൊരുക്കുന്ന കലാപകാരികൾക്കും ഭീകരഘടകങ്ങൾക്കും കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. മുഴുവൻ സംഭവവികാസങ്ങളും സൂചിപ്പിക്കുന്നത് ഇറാനിലെ പ്രതിഷേധങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. അവയെ ചുറ്റിപ്പറ്റി രൂപപ്പെടുന്ന അന്താരാഷ്ട്ര രാഷ്ട്രീയ പോരാട്ടം, പ്രത്യേകിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും എതിരായി ഇറാൻ ഉയർത്തുന്ന ആരോപണങ്ങൾ മിഡിൽ ഈസ്റ്റിലെ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന ഘട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാൻ തന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനുള്ള പോരാട്ടമായി ഈ പ്രതിസന്ധിയെ അവതരിപ്പിക്കുമ്പോൾ ബാഹ്യ ഇടപെടലുകൾക്കെതിരെ ശക്തമായ രാഷ്ട്രീയവും നയതന്ത്രവുമായ പ്രതിരോധം തുടരുമെന്ന സന്ദേശമാണ് ലോകത്തോട് ഇറാൻ നൽകിയിരിക്കുന്നത്.